സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. പുതിയ തീരുമാനങ്ങളുടെ കോളേജിലെത്തി അവളെ വരവേറ്റത് നാലായി മടക്കിയ ഒരു വെള്ളക്കടലാസായിരുന്നു. പുഞ്ചിരിയുടെ അനാഥ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത് വിറയേറുന്ന കൈകളോടെ അവളത് തുറന്നു വച്ചു. ഡി പൊട്ടിക്കളി, എൻ്റെ പെണ്ണെ, എനിക്ക് കത്തെഴുതിയും കൊടുത്തു എന്ന് പരിചയമില്ല, ഒട്ടും അറിയുകയുമില്ല. ഞാൻ ഈ മണങ്ങോടെ നവിയോട് പറഞ്ഞതാ എൻ്റെ ഈ പേപ്പറിൻ്റെ മഷിയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ പെണ്ണിനെന്ന് മനസ്സിലാക്കാനെന്ന്. അപ്പോൾ അവനക്കും അവൻ്റെ പെങ്ങളൊരുത്തിയില്ലേ, അവൾക്കും എഴുതിയേ പറ്റൂ. പിന്നെ സഫയും വന്ന് പറഞ്ഞു ആകെ മൂടിക്കെട്ടിരിപ്പാണെന്ന്. എടി ബുദ്ധൂസേ, ഈ പ്രണയം എന്നത് സന്തോഷവും സങ്കടവും നോവും വേദനയും സ്നേഹവും പരിഭവവും വഴക്കും കുറുമ്പും ഇഷ്ടവും എല്ലാം ഇത്തിരി ഇത്തിരി കൂടിച്ചേർന്നൊരു മനോഹരമായ വികാരമാണ് അല്ലേ? ആണ്. ഇപ്പം നമ്മളിതിലൊരു ഇച്ചിരി കടുപ്പേറിയ സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് ഉള്ളിലുള്ള സ്നേഹം ഇല്ലാതാവോ? അതിങ്ങനെ മൂടിക്കെട്ടിയിരുന്നാൽ മാറുമോ? ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ നിൻ്റെ മുഖത്തെന്നും ആ പുഞ്ചിരി കാണാനാണ് ഇഷ്ടമെന്ന്. എൻ്റെ കുറുമ്പി, നിൻ്റെ ആ നിറഞ്ഞ ചിരിയിലും കുറുമ്പ് നിറഞ്ഞ മറുകുള്ള കണ്ണുകളിലും നിന്നെ കൂടുതൽ മൊഞ്ചത്തിയാകുന്നേ മൂക്കിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ കാക്കപ്പുള്ളിയുമില്ലേ, ഞാൻ കമിഴ്ന്നടിച്ച് വീണതേ അത് തന്നെ. ഇപ്പോഴുള്ള അവസ്ഥ മറികടക്കണം. അതിന് നിൻ്റെ ഈ മൗനമോ എൻ്റെ എടുത്തുചാടിയുള്ള വെല്ലുവിളികളോ പരിഹാരമല്ല. അതൊക്കെ വാപ്പച്ചിയുടെ ദേഷ്യവും വാശിയും കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുക്കണം. പതിയാണെങ്കിലും വാപ്പച്ചി ഒരാൾ വിചാരിച്ചാൽ നമ്മളെ പിരിക്കാൻ പറ്റില്ലെന്ന് ബോധ്യമാകണം. സൽമാൻ ഇന്നലെ രാത്രി ഏറെ വൈകി ഇവിടെ ഉണ്ടായിരുന്നു. അവനും ആകെ ഒരു അവസ്ഥയിലാണ് വന്നത്. കാത്തിരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങളെന്തിനാ പേടിക്കണേ? ചെറിയൊരു മാറ്റം ഇപ്പം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ചെറിയൊരിടവേള, തിരിച്ചു വരും പൂർവാധികം ശക്തിയോടെ. അതുവരെ എൻ്റെ പെണ്ണ് ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി നമ്മുടെ കണ്ടുമുട്ടലുകൾ വാപ്പച്ചിയുടെ ദേഷ്യത്തെ ഇരട്ടിക്കുകയുള്ളൂ. മുന്നോട്ട് എങ്ങനെ വേണമെന്നതൊക്കെ സൽമാൻ പറഞ്ഞു തരും. അതുപോലെ ചെയ്താൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും നവിയെ അറിയിക്കണം. അപ്പം ഞാൻ നിർത്തട്ടെ എന്ന് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ നിൻ്റെ മാത്രം മഷ്ക. എൻ്റെ സൂർമ്മക്കുട്ടിയുടെ മുഖത്ത് മൊഞ്ചുള്ള ചിരി തിരിച്ചു വന്നല്ലോ. കയ്യിലുള്ള കുറിപ്പ് വായിച്ചു കഴിഞ്ഞതും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അവളെ നോക്കി ഹന പറഞ്ഞു, പൊടി, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ. ഇപ്പം സന്തോഷമായില്ലേ? ഹന അവളുടെ തടിക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എടി ഒരുപാട് താങ്ക്സ്. അറിയില്ലടി പറയാൻ. മിനിയാന്ന് മുതൽ ഒരുതരം ശൂന്യത മാത്രമായിരുന്നു. ശ്വാസം മുട്ടുന്ന പോലെ. രാവും പകലും എനിക്ക് ഒരുപോലെയായിരുന്നു. ഇതാ ഇവിടെ നെഞ്ചിനകത്തൊരു വിങ്ങലായിരുന്നു. ഒരു കല്ല് കയറ്റി വെച്ച പോലെ. ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. ഇപ്പോഴൊന്ന് നേരെ ശ്വാസം എടുക്കാൻ പോലെ പറ്റുന്നേ. എങ്ങനെ നിനക്ക് പറഞ്ഞുതരാം അറിയില്ല. ചുറ്റും ഉരുണ്ടുമൂടി ഞാനതിൽ ഒറ്റക്കിരിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്നലെ നിന്നെ അങ്ങനെ കണ്ടത് മുതൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. നദിയോട് പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നദി തന്നെയാ ഈ ഐഡിയ പറഞ്ഞു തന്നെ. ഹന പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇനിയൊരു നോക്ക് മഷുവിനെ കാണുന്നത് വരെ അവൾക്ക് ആശ്വാസമേകാൻ ആ കത്തും അതിലെ വരികളും മാത്രം മതിയായിരുന്നു. വിടരും മുമ്പേ പൊഴിഞ്ഞുപോയെന്ന് കരുതിയ അവളുടെ പ്രണയത്തിന്, പ്രതീക്ഷകൾക്ക്, സ്വപ്നങ്ങൾക്ക് അതിലോരോ അക്ഷരങ്ങളും പുതുജീവൻ നൽകി. വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ അതിലെ സസ്യങ്ങളും പുൽക്കൊടികളും നാമ്പിടുന്ന പോലെ അതിലോരോ അക്ഷരങ്ങളും അവളുടെ ഹൃദയത്തിലേക്ക് പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ പുതുച്ചിറക് വിരിച്ചു. മൗനം കൊണ്ടും നിശ്ചിത അകലം പാലിച്ചും ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കുമെന്ന സ്നേഹമായിരുന്നു സുറുമിയും സൽമാനും വാപ്പച്ചിക്ക് എതിരെടുത്തത്. അതുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുമെന്ന് പതിയാണെങ്കിലും അവരുടെ ബന്ധത്തിന് സമ്മതം തരുമെന്ന് അവർ വിശ്വസിച്ചു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. കോളേജിൽ വെച്ച് സഫയെ കാണുമ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിരിയും മഷു സുഖമായിരിക്കുന്നു എന്നൊരു കുഞ്ഞു വിശേഷവും പല ആവർത്തി വായിച്ചിട്ടും മടുപ്പ് തോന്നാത്ത കത്തിലെ വരികൾ മാത്രമായിരുന്നു അവളുടെ മുന്നോട്ടുള്ള കരുത്ത്. പതിവ് പോലെ തിരക്കിട്ട് കോളേജിലേക്ക് പോകാൻ വരുമ്പോഴാണ് സൽമാൻ ആ വൈക്കാണെന്നും കോളേജിൽ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നത്. ഇടയ്ക്ക് സുറുമിയെ കൂട്ടാൻ വൈകിട്ട് കോളേജിൽ വരാറുണ്ട് അവൻ. അതുവഴി സഫിയൊരു നോക്കി കാണും. സുറുമി കൈയോടെ കൂട്ടി വന്നെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കും. അന്ന് അവൾ അവൻ്റെ കൂടെയാണ് കോളേജിലേക്ക് പോയത്. കോളേജിലേക്കുള്ള റോഡിലേക്ക് പോകാതെ നേരെ എതിർവശം പോയപ്പോൾ തന്നെ കോളേജല്ല പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ ചോദിച്ചതുമില്ല. ഹനയുടെ വീടിൻ്റെ മുമ്പിൽ ബൈക്ക് നിർത്തിയപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി. കണ്ണടച്ച് ഒന്നുമില്ലെന്ന് കാണിച്ചുകൊണ്ട് അവൾ അവിടെ നിർത്തി അവൻ ബൈക്ക് ഓടിച്ചു പോയി. വീട്ടിലേക്ക് കയറിയതും ഹിബ വന്ന് സ്വീകരിച്ചു. പതിയെന്തോ പറയാൻ അവൾ ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ഹനയുടെ ഉമ്മ വന്നു. മോള് വന്നോ? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു വേദന, അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞപ്പം സുറുമി ഒന്നും മനസ്സിലാക്കാതെ ഹിബയെ നോക്കി. അതേതെ, ഞാൻ പറഞ്ഞത് ഹനയോട് ഇവളെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്ന്. അപ്പോൾ അവൾക്ക് എന്തോ എഴുതാനുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അറിഞ്ഞാൽ നീ ഓടി കത്തിച്ച് വരുമെന്ന് അറിയാലോ അല്ലേ ഉമ്മ? അതാ അവിടെ ആ റൂമിലവള്. നീ വാ. സുറുമി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഹിബ ചാടിക്കയറി പറഞ്ഞു. കൈപിടിച്ച് ധൃതിയിൽ അവളെയും കൊണ്ട് ഹനയിരിക്കുന്ന റൂമിലേക്ക് പോയി.
അവിടെ എത്തിയതും ഹിബ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. ബെഡിൽ ചാരി മടിയിൽ 2 തലയണയും വെച്ച് കാലി നീട്ടിയിരിക്കുകയാണ് ഹന. പ്രത്യക്ഷത്തിൽ വലിയ കേടുപാടുകളൊന്നും കാണാനില്ല. എന്താ, എന്തുപറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സെലിക്കൊന്നും പറഞ്ഞതുമില്ല. അവളുടെ അടുത്ത് പോയിരിക്കുന്നതോടൊപ്പം സുർമി ആകുലതയോടെ തിരക്കി. അതിനവൾക്കൊന്നുമില്ല. അതില്ലേ, അല്ലാ എൻ്റെ ഉമ്മ, എന്തൊരു വേദനയോ, സഹിക്കാൻ പറ്റുന്നില്ല. രഹസ്യം പോലെ ഹിബ എന്തോന്ന് പറയാമെന്നെങ്കിലും അനയുടെ ഉച്ചത്തിലെ ശബ്ദം കേട്ടപ്പം ഹിബ പുറകിലേക്ക് നോക്കി. അപ്പോഴേക്കും ഉമ്മ ചുടുവെള്ളം നിറച്ച ഹോട്ട് ബാഗുമായി റൂമിലേക്ക് വന്നിരുന്നു. ഒന്നും മനസ്സിലാകാതെ കണ്ണൊക്കെ വിടർത്തി എല്ലാവരെയും മാറി മാറി നോക്കി സുർമിയും. ഈ ചൂടുവെള്ളം വയറ്റി കുറച്ചു നേരം വെച്ച് അമർത്തി പിടിക്കുക. കുറവില്ലല്ലോ, ഒരു ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാം. ഉമ്മ പറയുന്നതോടൊപ്പം മടിയിലുള്ള തലയണ മാറ്റി അവിടെ ഹോട്ട് ബാഗ് വെച്ച് കൊടുത്തു. ഹലിവോടെ അവർ അവളെ തലോടി. മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? അവർ സുർമിയുടെ ചോദിച്ചു. ഒന്നും വേണ്ടമ്മ, ചായ കുടിച്ചാൽ ഇറങ്ങിയേ. ഉമ്മ, ഇത് ഞാൻ വെച്ചോളാം, ഉമ്മ പൊയ്ക്കോ. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. മേലെയാണ് നോട്ടൊക്കെ ഞാൻ വരാം. കുറച്ചെങ്കിലും അവൾ എഴുതിയാൽ ബാക്കി എനിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാലോ. അതിനെ ഞാൻ കാര്യമായി അവളെ വിളിച്ചു വരാൻ പറഞ്ഞ്. പറയുന്നതപ്പോൾ ശരീരത്തെ പിടികൂടിയിരുന്ന വേദന സഹിച്ചുകൊണ്ടവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഹിബ അവളെ മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴും ഏതുവർക്ക് എന്ത് നോട്ടെന്ന് പോലും മനസ്സിലാകാതെ അമ്മാതിച്ച് നിൽക്കുകയാണ് സുർമി. പതുക്കെ വെച്ചവൾ മേലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അവളെ സഹായിച്ചുകൊണ്ട് ഹിബയും അവർക്ക് പുറകെ സുർമിയും മേലേക്കുള്ള പടികൾ കയറി. ഏത് നോട്ട്, എന്ത് വർക്ക്? നീ എന്തൊക്കെയാണ് ഉമ്മയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്? റൂമിലെത്തിയതും സുർമി ഹനയെ തിരിച്ചു നിർത്തി അക്ഷമയോടെ ചോദിച്ചു. എൻ്റെ അമ്മോ, ഒക്കെ പറയാം. ആദ്യം ഈ ഹോട്ട് ബാഗ് ഒന്ന് എടുക്കട്ടെ. എന്തൊരു ചൂട്! കുനിഞ്ഞെന്ന് വയറിൽ അമർത്തി പിടിച്ച ഹോട്ട് ബാഗ് കട്ടിലേക്ക് എറിഞ്ഞുകൊണ്ടവൾ നിവർന്നു നിന്നു. അതുവരെ വേദന കൊണ്ട് മുഖം ചുളിയുകയും കൈകൾ വയറിൽ അമർത്തി പിടിക്കുകയും ചെയ്തിരുന്ന അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. എന്തിനാ ഇങ്ങനൊരു ഡാമ? ആരെങ്കിലും ഒന്ന് പറ. ഹനയുടെ ഇബേൾ മാറി മാറി നോക്കിക്കൊണ്ടവൾ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു തന്നാൽ മതിയോ? പുറകിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ സുർമി തിരിഞ്ഞു നോക്കി. അവിടെ കതികിൽ ചാരി നിഹാലും അവൻ്റെ തൊട്ടടുത്തായി അവളെ തന്നെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ മഷൂദ് നിൽപ്പുണ്ടായിരുന്നു. തുടരും. ബാക്കി എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. ബൈ.